ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ചെറിയ ക്ലീനിങ് വീഡിയോ ആണ്. കിച്ചൻ്റെ ബർത്തും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കൊട്ടുകയാണ് ചെറുതായിട്ട് കേട്ടോ. നോമ്പൊക്കെ ആയില്ലേ, അപ്പോൾ ഒന്ന് കഴുകി കുപ്പികളും സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി കഴുകാൻ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സാധനങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ച് വാരി തുടങ്ങുന്ന ഒരു വ്ളോഗാട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ ഫസ്റ്റ് മേലത്തെ പാത്രങ്ങളൊക്കെ താഴോട്ട് ഇറക്കി അവിടെ ഒന്ന് ഒഴിവാക്കുകയാണ്. എന്നാലാണ് കഴുകിയാൽ പിന്നെ അതിന് മേലെ കയറ്റി വെക്കാമല്ലോ വെച്ചിട്ട് ഫസ്റ്റ് അവിടെ തന്നെ തട്ടി കൂട്ടുക കേട്ടോ. കഴുകാൻ നിന്നില്ല, ഫസ്റ്റ് അവിടെ നിന്ന് പൊടിയും ഇതൊക്കെ ഒന്ന് തട്ടി തുടയ്ക്കാൻ നിന്നു. ബർത്തിൻ്റെ ഭാഗവും മറാലയൊക്കെ ഒന്ന് കളഞ്ഞ് തുടയ്ക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അതാ മോളും പിന്നെ എനിക്ക് ട്യൂഷൻ വരുന്ന 2 കുട്ടികളുണ്ട്. അവരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ ഹെൽപ്പിന്. നമ്മളെ അയൽവക്കത്തെ കുട്ടികളാണ്. അവരും എൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കി വെക്കാനും പുറത്ത് കൊണ്ട് വെക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബർത്തും കബോർഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. കബോർഡ്സ് ഒഴിവാക്കുമ്പോൾ കുറേ കാലം നമുക്ക് കാണാതായ സാധനങ്ങളൊക്കെ ഈ പണികളിലൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ എൻ്റെ 2-3 സാധനം മിസ്സിങ് ആയ ഇത് ഞാൻ കിട്ടൂല എന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ എനിക്ക് ഇതിന് കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒഴിവാക്കുന്നതിൽ വെള്ളത്തിൽ കളിക്കാൻ ആദ്യമോനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി ആയിട്ട് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. കുപ്പികളൊക്കെ ഇതാ കഴുകി വെച്ചൊന്ന് പിന്നെ അത് എടുത്ത് വെക്കാല. കബോർഡൊക്കെ ഒന്ന് കഴുകി തുടക്കി അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചെറിയ വാഷിംഗ് ലിക്വിഡ് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ആ പൊടിയും തട്ടിയിട്ട് പിന്നെ ഒന്ന് സ്പോഞ്ച് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്സ് ചെയ്തെടുക്കണ മാതിരി ചെയ്യാം കേട്ടോ. ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് സോപ്പ് പൊടി കൊണ്ടൊന്ന് തുടച്ചിട്ട് പിന്നെ ഒന്ന് നല്ല തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ കുപ്പികളൊക്കെ ഇതിൽ അടുക്കി വെക്കാൻ വെച്ചിട്ടാണ്. മൊത്തത്തിൽ വലിച്ചിട്ട് എല്ലാം കൂടെ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ കുറച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ആദ്യം ഇല ചെയ്തു, പിന്നെ ഒന്ന് അവിടെ ക്ലീൻ ചെയ്ത് വന്നു. പിന്നെ കുപ്പികളൊക്കെ ഒന്ന് കഴുകി ഇനിയിപ്പോൾ ആ കഴുകി വെക്കേണ്ട ഇതൊന്ന് ഭാഗമൊക്കെ നന്നാക്കിയിട്ട് അതിലോട്ട് എടുത്ത് വെക്കാൻ പോവാം കേട്ടോ. അതിലോട്ട് വെക്കേണ്ട സാധനങ്ങളൊക്കെ തുടച്ച് അതിലോട്ട് തന്നെ വെക്കുകയാണ്. വെച്ചാൽ 2 ദിവസം ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അത് വേറെ ഒരു കാര്യമുണ്ട്. എന്നാലും
ഇതെല്ലാം പാത്രമൊക്കെ മേലെ വെച്ച് തുടച്ച് ക്ലീനാക്കി മേലോട്ട് തന്നെ വെക്കുക കേട്ടോ. ഇത് മേലെ നിന്ന് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ ചാടി ആ ഒരു ബോക്സ് പൊട്ടി. അതാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ റീഫില്ല് ചെയ്യാനുള്ള മസാലകളൊക്കെ അത് റീഫില്ല് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്ത് കയറ്റുകയാണ്. നമുക്ക് മസാലകളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ കുപ്പികളൊക്കെ ഒഴിവാക്കി കഴുകി ബാക്കി മസാലകളൊക്കെ അതിൽ തന്നെ ആഡ് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂട്ടുകാരെല്ലാവരും കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കമൻറ്റോ ഒരു ഹാർട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.